കാര്യത്തിൽ പുലിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കായതാ 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ. ഇതിൽ 10 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മുടെ ഇന്നത്തെ മത്സരാർത്ഥികൾ പറയുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ടിവിയുടെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോട് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികൾ റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് അവരെ ഓരോരുത്തരായിട്ടൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? രജനി. എവിടെ സ്ഥലം? പരിശുവയ്ക്കൽ. അതെവിടെ? പാറശാല. പാറശാല. വിസ്മയ നെയ്യാറ്റിങ്കര. സൗമ്യ നെയ്യാറ്റിങ്കര. നീരജ് പരിശുവയ്ക്കൽ. നിവേദ് പരിശുവയ്ക്കൽ. അഭിലാഷ് നെയ്യാറ്റിങ്കര. രഞ്ജിത്ത് നെയ്യാറ്റിങ്കര. ഏത് ക്ലാസ്സിലാണ്? 6. കുസൃതി അറിയോ? അറിയാം, മിടുക്കനാണ്. റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നു. കുസൃതി ചോദ്യങ്ങളൊക്കെ അറിയാമല്ലോ. അതിന് നിങ്ങൾ ആൻസർ പറയുക. അറിയാവുന്ന ആൻസർ 20 സെക്കൻഡിൽ പറഞ്ഞ് തീർക്കുക. ക്ലൂസൊക്കെ ഇഷ്ടം പോലെ തരും. കൂടുതൽ ആരാണ് പറയുന്നവരാണ് വിജയ്. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, ഇത് തുടങ്ങുന്നതിന് മുമ്പ് ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചത് ഗിഫ്റ്റൊക്കെ ഉണ്ടോന്ന്. ഇങ്ങനെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിലേക്ക് പോകാം. കാലകത്തിയാൽ വാ തുറക്കുന്നത് ആരാണ്? ജീവനില്ലാത്ത ഒരു വസ്തുവാണ്. ജീവനെയും കാണത്തില്ല. കത്രിക. അറിയായിരുന്നോ ആൻസർ? കേട്ടിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് പറഞ്ഞത്. ക്ലൂ ഒന്നും വേണ്ടിയൊന്നുമില്ല അവന് പറയാൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവൻ എച്ചി ആവുന്നത് എപ്പോഴാണ്? ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ. അവൻ എച്ചി ആവുന്നത് എപ്പോഴാണ്? ഓക്കെ, ഇംഗ്ലീഷിലോട്ട് അവൻ എന്ന് എഴുതുമ്പോൾ ക്ലൂ ഒത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയമല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിനും പുറത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മലയാള മാസമുണ്ട്. ഏതെന്നറിയോ? കേരളത്തിന് പുറത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മലയാള മാസം പറഞ്ഞു നോക്കിയാൽ മതി. മലയാള മാസം കേരളത്തിന് പുറത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മേഡം. ഓക്കെ, കറക്റ്റ് ആൻസർ. അപ്പോൾ സമ്മാനം വാങ്ങിക്കൊണ്ടേ പോകുന്നുള്ള ഒരു വാശിയിലാണ്. ആദ്യമേ അതാണ് ചോദിച്ചത്, സമ്മാനം ഉണ്ടോ എങ്കിൽ ഞാൻ മത്സരിക്കാന്ന്. അഡ്വക്കേറ്റ് ആണ്. കുസൃതി ചോദ്യം യാതൊരു ബന്ധമില്ല. എങ്കിലും അറിയാൻ പറ്റും. അഡ്വക്കേറ്റിന് സാധാരണ ഭയങ്കര ബുദ്ധിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജനനം മുതൽ മരണം വരെ കയറി ഇറങ്ങുന്നത് എന്താണ്? ജനനായകൻ. നമുക്കൊക്കെ ആ സാധനം ഇങ്ങനെ കയറി ഇറങ്ങും. ഇപ്പോഴും കയറി ഇറങ്ങുന്നുണ്ടാവും, പക്ഷെ അറിയാൻ പറ്റത്തില്ല. എന്താണ്? അഡ്വക്കേറ്റിന് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ശ്വാസം. ആൻസറാണ് ശ്വാസം. ഞാനിവിടെ നിന്ന് ഇങ്ങനെ ആക്കുകയും ചെയ്തല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. പണം ഇരട്ടിയാകാൻ എന്ത് ചെയ്യണം? ഒരു സാധനത്തിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ കണ്ണാടി. ആറാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ കൂടെ എല്ലായിടത്തും വരും, പക്ഷെ ദേവാലയങ്ങളിൽ കൂടെ വരത്തില്ല. എന്താണ്? ചെരുപ്പ്. ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കും. ഇപ്പൊ എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ആദ്യം മടിയായിരുന്നു. 3 സ്ഥലത്തോട്ട് പോകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പറക്കാനും പ്രസവിക്കാനും കഴിയുന്നത് ആർക്ക്? വവ്വാൽ. കുട്ടിക്കാലം മുതലേ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. വവ്വാൽ. കറക്റ്റ് ആൻസർ. അതെ, ആ വവ്വാലിനൊരു അല്ല, അതൊരു കുസൃതിയായിട്ട് തോന്നില്ല. അതന്നെ, ഇടയ്ക്കിടയ്ക്ക് അറിവും കൂടെ വരണം, എങ്കിലേ ഒരു രസമുള്ളൂ. ചിന്തിക്കുക, ചിരിക്കുക, ഒപ്പം അറിവ് നേടുക, അതാണ് ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ അപകടകാരികളാണ്. ഈ ഗ്രഹം കൂടെയുള്ളത് ആഗ്രഹം നല്ലതല്ലേ? അപകടകാരിയല്ല. അല്ല, വേറൊരു ഗ്രഹമുണ്ട് അപകടകാരിയായ ഒരു ഗ്രഹം. ഇതുണ്ടെങ്കിൽ നമ്മൾ നശിച്ചു പോകുന്നൊക്കെ പറയും. അതിൽ തന്നെ തുടങ്ങും. ഇത് മറ്റേതായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് അറിവിലുള്ള അല്ല, ദുരാഗ്രഹമല്ല. ആ വരണേന് ചിലർക്ക് പണത്തിനോട് ഭയങ്കര ആഗ്രഹമല്ല. ദുരാഗ്രഹം, അത്യാഗ്രഹം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ദുരാഗ്രഹം, അത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു വൃത്തിയിട്ട ഒരു അതെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചിരിക്കുന്ന മലയാള അക്ഷരങ്ങൾ ഏത്? രണ്ടുണ്ട്. എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഏത് ലോയറാ?
ക്രിമിനലാണോ? രണ്ടും ഉണ്ട്. രണ്ടുമുണ്ട്. സിവിലും ക്രിമിനലും എല്ലാം ഹസ്ബൻഡും അഡ്വക്കേറ്റ് ആണ്. ഫാമിലിയോട് അഡ്വക്കേറ്റ്സ്. ഫാമിലിയോടെ മക്കളെ കൊച്ചു ആയില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇനി ആകെ ഒരൊറ്റ ക്വസ്റ്റിനേ ഉള്ളൂ. പൊട്ടിച്ചിരിക്കുന്ന മലയാള അക്ഷരം ഏത്? എനിക്ക് ആദ്യമേ തോന്നി സമ്മാനം ഉണ്ടോ ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി മിക്കവാറും കൊണ്ടുപോകണം ലക്ഷണം ഉണ്ടെന്ന്. 10 ദിവസം കൂടി ചോദിക്കും. ഇനി ഒരു 10 ദിവസം കൂടെ അങ്ങോട്ട് ചോദിക്കേ. ക്വസ്റ്റ്യൻ ഇല്ല. ഇനി അടുത്ത ടീമിന് തീർന്നു 10 ദിവസത്തിനായി. കിട്ടിയോ? നാട് നമ്മുടെ വിജയ്. എന്തായിരുന്നു പേര്? സൗമ്യ. അപ്പോൾ അഡ്വക്കേറ്റ് സൗമ്യ. അപ്പോൾ ഇന്നത്തെ എൻജോയ് പ്രോഗ്രാമിൻ്റെ വിജയ്. ആദ്യമായിട്ടൊരു അഡ്വക്കേറ്റൊക്കെ ഇതായിട്ട് വരുന്നത് കേട്ടോ. എന്താണ് വിജയായിട്ട് വരുന്നത്. അഡ്വക്കേറ്റ് മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ വിജയിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും എല്ലാ ഏരിയയും കവർ ചെയ്യണമെന്നുണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ഈ അഡ്വക്കേറ്റ് നമ്മുടെ ഇന്നത്തെ വിജയമായിട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വിജയിയായ അഡ്വക്കേറ്റ് സ്വാമി ചേച്ചിക്ക് നമുക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും അതുപോലെ ബാലരാപുരം കൈത്തറയുടെയും ചെറിയ സ്നേഹോപകാരം നൽകാം. ഇന്നത്തെ ഇഞ്ചോടിച്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. ഇന്നത്തെ മത്സരാർത്ഥികൾ 3 വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഞാൻ കരുതി 10 ക്വസ്റ്റിൻ്റെ ആൻസർ എനിക്ക് കിട്ടുമെന്ന്. പക്ഷേ ആകെ 4 ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ അഡ്വക്കേറ്റ് സൗമ്യയാണ് ജയിച്ചത്. എന്തായാലും ഇന്നത്തെ വിജയിക്ക് അഭിനന്ദനങ്ങൾ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ 10 ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മുടെ മത്സരാർത്ഥികൾ പറയുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.